ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ വീഡിയോയിൽ ഒരു സ്ത്രീ സ്വന്തം വീട്ടിലെ മാലിന്യം റോഡ് സൈഡിൽ നിക്ഷേപിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. വളരെ വിദഗ്ധമായി മാലിന്യം നിക്ഷേപിച്ച് കടന്നു കളയുന്ന കാഴ്ചയാണിത്. ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിലല്ലെങ്കിലും വേറെ പല രീതിയിലും നമ്മുടെ വീട്ടിലെ മാലിന്യം റോഡ് സൈഡിൽ നിക്ഷേപിച്ചിട്ടുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്ന നമ്മളിൽ പലരും. ഇങ്ങനെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ തെളിവ് സഹിതം കണ്ടെത്തിയാൽ നമുക്ക് പണം ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ഈ വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കണം. സ്വച്ഛതാ കി സേവ എന്നൊരു പദ്ധതി കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് കൊല്ലം കോർപ്പറേഷനിൽ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കൂടിക്കിടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും മലിനമാക്കുന്നവർക്കെതിരെ തെളിവുകൾ സഹിതം പരാതി നൽകുവാനും ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷന്റെ സാങ്കേതിക പിന്തുണയോടെ ശുചിത്വ മിഷനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഈ വാട്സാപ്പ് നമ്പറിൽ മലിനമാക്കുന്നവരുടെ പേര്, വാഹന നമ്പർ ലഭ്യമെങ്കിൽ അതും ഫോട്ടോകളും സഹിതം പരാതി അറിയിക്കാം. ലൊക്കേഷൻ വിശദാംശങ്ങൾ നൽകണം. ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വികസിപ്പിച്ച വാർ റൂം പോർട്ടലിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും. ഇങ്ങനെ മാലിന്യം നിക്ഷേപിക്കുന്നത് തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുകയുടെ 25% ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പാരിതോഷികമായിട്ട് ലഭിക്കും. ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തണം. ഇതുവഴി 2 നേട്ടങ്ങളുണ്ടാവും. ഒന്ന്, നമ്മുടെ പരിസരം വൃത്തിയായി കിടക്കും. 2, നമുക്ക് പണം ലഭിക്കും എന്നുള്ളതാണ്. മലയാളികൾ സാധാരണയായിട്ട് പൊതുസ്ഥലങ്ങൾ വൃത്തിയേടാക്കുവാൻ ചെയ്യുന്ന 2 പ്രവർത്തികളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്ര സ്ഥലവും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് റോഡിൽ നിക്ഷേപിക്കും. രണ്ടാമതായി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് പട്ടികളുണ്ട്. ആ പട്ടികൾക്ക് മൂത്രം ഒഴിക്കുവാനും അപ്പി പിടിപ്പിക്കാനും അവർ കണ്ടെത്തുന്ന സ്ഥലം റോഡ് സൈഡാണ്. വീട്ടിൽ അത്ര സ്ഥലവും സൗകര്യം ഉണ്ടെങ്കിലും അവിടെ ചെയ്യിക്കത്തില്ല. ഈ 2 കാര്യത്തിലും കർശനമായിട്ടുള്ള നിയന്ത്രണം വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ പരിസരം കൃത്യമായ രീതിയിൽ വൃത്തിയായി കിടക്കത്തുള്ളൂ.